സെബാസ്റ്റ്യൻ പോൾ അതായത് ചോദ്യം പാർട്ടി പഠിക്കുന്നത് നല്ല കാര്യമാണ്, അത് അതിന്റെ രീതിയുമാണ്, പാർട്ടിയുടെ പ്രസ്ഥാനത്തിന്റെ രീതിയുമാണ്. പക്ഷേ അപ്പോഴും നേതൃത്വത്തിനെതിരെ, അതായത് കമ്മിറ്റികൾ ഉയർന്നു, ഞങ്ങൾക്ക് നേതൃത്വത്തെ പേടിയാണെന്നുള്ള രീതിയിൽ സംസാരിക്കും. എന്തുകൊണ്ട് നേതൃത്വത്തിന് എതിരെ വിമർശനം ഉയർത്താൻ, സ്വയം വിമർശനം, ആത്മവിമർശനം എന്നൊക്കെ ഉള്ളത് CPM കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രീതിയാണ്. ആ വിമർശനം നടത്തേണ്ടിടത്ത് പോലും അങ്ങനെ ഒരു ചോദ്യം നേതൃതലത്തിലേക്ക് ചോദ്യം ഉന്നയിക്കുന്ന രീതിയിലേക്ക് ഒരു ചോദ്യം ഒഴിവാക്കപ്പെടുന്നത് എന്തുകൊണ്ടായിരിക്കാം? പാർട്ടിക്ക് വേണ്ടപ്പെട്ടവർ തോൽക്കുമ്പോഴൊക്കെ അന്വേഷണവും പഠനവും സർവേയും നടത്താറുണ്ട്. അല്ലാത്ത സന്ദർഭങ്ങളിൽ അത് ഉണ്ടാകാറുമില്ല. ഞാൻ പലപ്പോഴും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്, തോൽക്കുമ്പോൾ മാത്രമല്ല ജയിക്കുമ്പോഴും എന്തുകൊണ്ട് ജയിച്ചു എന്നതിന്റെ കാരണം പാർട്ടി കണ്ടുപിടിക്കണം. അതിനും പഠനം ആവശ്യമാണ്. ഇവിടെ ഇപ്പോൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു പരാജയം സംഭവിച്ചു. എന്തെല്ലാം ദോഷം ആരെല്ലാം പറഞ്ഞാലും അങ്ങനെ ഒരു വലിയ തോൽവി ഏറ്റുവാങ്ങേണ്ട രീതിയിലുള്ള ദുർഭരണം ഒന്നും ആയിരുന്നില്ല പിണറായി വിജയന്റെ കഴിഞ്ഞ 5 വർഷക്കാലം, അല്ലെങ്കിൽ അത് ഒന്നുകൂടി എക്സ്റ്റെൻഡ് ചെയ്താൽ 10 വർഷക്കാലം. പക്ഷെ എവിടെയോ ഒരു പ്രശ്നമുണ്ടായിരുന്നു. ഞാനെപ്പോഴും പറയാനുള്ള സ്ഥലങ്ങളിലൊക്കെ പറയുന്നത് പോലെ പിണറായി വിജയന്റെ ഭരണത്തിനെതിരെയുള്ള വോട്ടായിരുന്നില്ല, മറിച്ച് പിണറായി വിജയനെതിരെയുള്ള വോട്ടാണ് ജനങ്ങൾ രേഖപ്പെടുത്തിയത്. അതാണ് അന്വേഷിക്കേണ്ടത്. ആ കാരണങ്ങൾ ഈ 42 ചോദ്യങ്ങളിൽ ഒതുക്കാൻ കഴിയും എന്ന് ഞാൻ കരുതുന്നില്ല. ജനങ്ങളുടെ മനസ്സിൽ എന്താണ് ഉണ്ടായിരുന്നത്? ജനങ്ങളിൽ നിന്ന് നമ്മുടെ പ്രിയപ്പെട്ട സഖാവ് എങ്ങനെ അകന്നുപോയി? അതിന് നിരവധിയായ കാരണങ്ങളുണ്ട്. ഒന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അത് ഒരു ഡീസന്റായ ഒരു അവസ്ഥ അന്നുണ്ടായിരുന്നില്ല. ഒരു മുഖ്യമന്ത്രി, സമാദരണീയനായ മുഖ്യമന്ത്രി തന്നെ വളരെ സമാദരണീയനായ വ്യക്തികളെ പള്ളു പറയുക, ഉപയോഗിക്കാൻ പാടില്ലാത്ത വാക്കുകൾ ഉപയോഗിക്കുക, നമ്മുടെ സാംസ്കാരികമായ നിലവാരത്തിന് ചേരാത്ത രീതിയിലേക്ക് രാഷ്ട്രീയത്തെ കൊണ്ടുപോയി എന്നുള്ളതാണ് പിണറായി വിജയന്റെ ഒന്നാമത്തെ തെറ്റ്. അത് പാർട്ടി തിരുത്തിയിട്ടില്ല, തിരുത്താൻ കഴിയുമായിരുന്നില്ല. എന്തുകൊണ്ട് ഇതൊക്കെ അന്ന് ചോദിച്ചുകൂടാ എന്നുള്ള ചോദ്യം, അത് പണ്ട് സ്റ്റാലിന്റെ മരണശേഷം സ്റ്റാലിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ക്രൂഷ്ചേവ് സംസാരിച്ചപ്പോഴും ഈ ചോദ്യം സദസ്സിൽ നിന്നുണ്ടായി. എന്തുകൊണ്ട് നിങ്ങൾ അന്ന് ചോദിച്ചില്ല എന്നുള്ളത്. ആരാണ് ആ ചോദ്യം ചോദിച്ചത് എന്ന് ക്രൂഷ്ചേവ് ചോദിച്ചപ്പോൾ ആരും എഴുന്നേറ്റില്ല. അപ്പോൾ ക്രൂഷ്ചേവ് പറഞ്ഞു, ഇത് തന്നെയായിരുന്നു ഞങ്ങളുടെയും പ്രശ്നം. അതുകൊണ്ട് ആ പ്രശ്നമായിരുന്നു ഇവിടെയും ഉണ്ടായിരുന്നത്. ആരാലും ചോദ്യം ചെയ്യപ്പെടാതെ, ചോദ്യം ചെയ്യുന്നതിന് അവസരം നൽകാതെ, ചോദ്യം ചോദിച്ചാൽ വിനീതമായ സ്നേഹപൂർവമായ ഒരു ചോദ്യം ചോദിക്കാൻ എഴുന്നേറ്റ സഖാവിനോ പോലും എന്താ പറഞ്ഞത്, വീട്ടിൽ പോയി ചോദിക്കെന്ന് പറഞ്ഞു. അതൊരു മര്യാദയുള്ള പ്രതികരണമായിരുന്നു. അങ്ങനെ എത്രയോ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാനുണ്ട്. അതുകൊണ്ട് പിണറായി വിജയനെതിരെ, അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥികൾക്കെതിരെ വോട്ട് ചെയ്തവർക്ക് ഓരോരുത്തർക്കും ഓരോ കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ പാർട്ടി തയ്യാറാക്കുന്ന ഈ ചോദ്യാവലിയിൽ ഒതുക്കാൻ കഴിയുന്നതുമല്ല.